ഹായ് ഗായ്സ്, ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് ഇപ്പോൾ ഇൻസ്റ്റഗ്രാം റീൽസിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന എഗ് ബട്ടർ ഗാർലിക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കേണ്ടതെന്ന് നോക്കാം. ഇത് നമ്മൾ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല സ്റ്റീം ബ്രെഡും ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എഗ് ബട്ടർ ഗാർലിക്കിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ബൗളിലേക്ക് ആദ്യം 4 മുട്ട പൊട്ടിച്ചൊഴിക്കണം. അതിനുശേഷം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ ഒരു 1/2 സ്പൂൺ പെപ്പർ പൗഡറും ഇടുക. എന്നിട്ട് വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്യണം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ട് അതിൻ്റെ മുകളിലൊരു പാൻ വെച്ച് പാൻ ചൂടായി വരുമ്പോൾ അതിലോട്ട് ബട്ടർ ആഡ് ചെയ്യുക. ഞാനിവിടെ 1 സ്പൂൺ ബട്ടറാണ് ആഡ് ചെയ്യണത്. 1 സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് അത് നന്നായിട്ട് മെൽറ്റായി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അതേപോലെ മെൽറ്റായി വന്നു കഴിഞ്ഞാൽ അതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു എഗ്ഗിൻ്റെ മിക്സ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചിട്ട് കയ്യിൽ വെച്ചിട്ട് ഇതേപോലെ നന്നായി മിക്സ് ചെയ്യാം. ഞാനിവിടെ മീഡിയം ടു ഹൈ ഫ്ലെയിമിലാട്ടോ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഇതൊന്ന് നന്നായി കുക്കായി വരുന്ന വരെ നമ്മൾ മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതേപോലെ ഒന്ന് കുത്തിപ്പൊടിച്ചെടുക്കുക. ശേഷം ഇതേപോലെ ആയിക്കഴിഞ്ഞാൽ നമ്മളത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി അതേ പാനിൽ തന്നെ 1 സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. 1 സ്പൂൺ ബട്ടർ ഇട്ടിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മളതിലോട്ട് 3 സ്പൂൺ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 3 സ്പൂൺ മൈദ ആഡ് ചെയ്യുക. എന്നിട്ട് അതൊന്ന് ഈ ബട്ടറിൽ റോസ്റ്റായി വരുന്ന വരെ ഒരു കയ്യിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കണം. ഇതേപോലെ ഇളക്കി കൊടുക്കുക. നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിവിടെ ആദ്യം ഞാനൊരു ചെറിയൊരു ബൗളിൽ കുറച്ച് പാലെടുത്തിട്ടുണ്ട്. അത് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അതൊന്ന് മിക്സാക്കി കൊടുത്തു. എന്നിട്ട് ആ പാൽ നമുക്ക് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കുറച്ചുകൂടി പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ഈ മിക്സ് ഒന്ന് ഇങ്ങനെ ആയി വരുമ്പോൾ ഞാനിവിടെ ഒരു 16 അല്ലി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് അതിലോട്ട് ചേർത്ത് കൊടുത്തു. അതൊന്ന് മിക്സായി കഴിഞ്ഞാൽ അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും പിന്നെ ഇതേപോലെ ഒരു 1/4 സ്പൂൺ കുരുമുളക് പൊടിയും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് കയ്യിൽ വെച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ അടിപൊളി സ്മെല്ലാണ് ഇപ്പോൾ കിട്ടുക. നമുക്ക് നല്ല ആ ബട്ടറിൻ്റെയും ആ ഗാർലിക്കിൻ്റെ ഒക്കെ സ്മെല്ല് നല്ല അടിപൊളി സ്മെല്ലാണ്. അപ്പോൾ ഇതുപോലെ എല്ലാം നന്നായി മിക്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളതിലോട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യുന്നുണ്ട് എരിവിനനുസരിച്ച്. എന്നിട്ട് കുട്ടികളൊക്കെ കഴിക്കുന്നത് കാരണം ഞാൻ ഇപ്പോൾ എരിവ് കുറച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ശേഷം ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് ഇതിലോട്ടിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇതുപോലെ ഒരു കയ്യിൽ വെച്ച് മിക്സ് ചെയ്യണം. നല്ലപോലെ മിക്സ് ചെയ്യണം. ഇതേപോലെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ നമ്മളിതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമ്മളിവിടെ സ്റ്റീം ബ്രെഡ് ഇത് നമുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതിലോട്ടിടാം. നമ്മുടെ ചൂടുള്ള സ്റ്റീം ബ്രെഡും അതേപോലെ തന്നെ നമ്മുടെ എഗ് ബട്ടർ ഗാർലിക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതിൻ്റെ മണം ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. നല്ല ഹെൽത്തിയാണ്. അതേപോലെ തന്നെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് നമുക്ക് കമൻസിലൂടെ അറിയിക്കണം. ഓക്കെ, താങ്ക് യു.